ഇന്നും ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLAയും അതേപോലെ തന്നെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന MLAയുടെ പ്രവൃത്തിയാണ് ഈ ടൗൺ ഹാൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ MLA ഇന്ന് തലയിൽ ചാക്കും ഇട്ടിട്ട് എവിടെയാണ് അദ്ദേഹം പോയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പാലക്കാട് ഇന്ന് MLA ഇല്ല. ഈ നാട്ടിൽ MLA ഈ പറയുന്ന രീതിയിൽ രാത്രി എവിടെ പോകുന്നു, അദ്ദേഹം ഏത് മതിലെ ചാടുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. നിലവിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. ഇത്തവണ BJP വലിയ പ്രതീക്ഷയിലാണ്. ഏകദേശം 35 സീറ്റുകളാണ് BJP ഇത്തവണ ലക്ഷ്യമിടുന്നത്. വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് നഗരസഭ ഭരണം തുടരും എന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നഗരസഭാ ചെയർമാൻ ആകാൻ സാധ്യതയുള്ളതായി BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന അഡ്വക്കേറ്റ് E. കൃഷ്ണദാസിൻ്റെ പേരാണ്. BJPയുടെ സംസ്ഥാന ട്രഷററാണ്. നിലവിൽ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനൊക്കെ ആയിട്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ്. അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് ഉണ്ട് കേരള വിഷൻ ന്യൂസിനൊപ്പം. അടുത്തൊരു ചെയർമാൻ എന്നൊക്കെയാണ് നമ്മൾ അണിയറയിൽ കേൾക്കുന്നത്. ഞാനിപ്പോൾ മത്സരിക്കുന്നത് ചെയർമാൻ സ്ഥാനത്തേക്കല്ല. ഞാനിപ്പോൾ മത്സരിക്കുന്നത് പട്ടിക്കരയിലെ കൗൺസിലർ പോസ്റ്റിലാണ് ഇപ്പോൾ ഒഴിവുള്ളത്. അവിടേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേന്ദ്ര സഹായം മാത്രം ഒരു 400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDF ഏതാണ്ട് 10, 30, 35 വർഷം ഈ നഗരം ഭരിച്ച് അവർക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന യാതൊരു വിധത്തിലൊരു സംഗതിയും ഈ നഗരത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ഇന്നും ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLAയും അതേപോലെ തന്നെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന MLAയുടെ പ്രവൃത്തിയാണ് ഈ ടൗൺ ഹാൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോയിൻ സ്കൂൾ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഡിജിറ്റലൈസേഷൻ പദ്ധതി അത് ആരംഭിച്ചത് 2014 ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മളെല്ലാവരും നിൽക്കുന്നത് 2025 2014 ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പെൺകുട്ടികൾ പലരും വിവാഹം കഴിച്ച് അവരുടെ മക്കൾ ഇപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ ആ പദ്ധതി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ വികസനം വരണം എന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വരണം എന്ന് പാലക്കാട്ടെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുൻകാലത്ത് വലിയൊരു മാഫിയ ഭരണം UDFൻ്റെ ഭാഗത്തു നിന്ന് ഈ നഗരത്തിൽ ഉണ്ടായിരുന്നു. വലിയൊരു കമ്മീഷൻ ഭരണം ഉണ്ടായിരുന്നു. ആ ഭരണം നയിച്ച ആളുകളൊക്കെ വീണ്ടും ഇത്തവണ കുപ്പായമിട്ട് വീണ്ടും മത്സരിക്കുന്നുണ്ട്. നഗരജനതയുടെ മുമ്പാകെയുള്ള ചോദ്യം സുതാര്യ ഭരണം വേണോ അതോ കമ്മീഷൻ ഭരണം വേണോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ഭരണത്തിൽ വരും എന്നത്. നിലവിലെ 28 സീറ്റാണ് ഉള്ളത്. 52 വാർഡ് എന്നുള്ളത് 53 28 എന്നുള്ളത് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അവർ പറയുന്നു പാലക്കാട് ഇവിടെ ലോക്സഭ പിടിച്ചതുപോലെ പാലക്കാട് നിയമസഭ പിടിച്ചതുപോലെ ഇത്തവണ പാലക്കാട് നഗരസഭയും പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അവർ BJPയിലെ വിഭാഗീയ പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് LDFും ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ തവണയും ഇതൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ തവണയും ഇവിടുത്തെ MLA ഷാഫി പറമ്പിലും ഇവിടുത്തെ MP ശ്രീകണ്ഠനും ഒക്കെ വീടാന്തരം കയറി ഇറങ്ങി, പക്ഷേ ഒരു മാറ്റവും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഏതാണ്ട് 6 or 7 സീറ്റുകളിൽ അവർക്ക് റിബലുകളുണ്ട്. അവരുടെ പാർട്ടിക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് 53 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. 53 സീറ്റിലും വിജയിക്കാനായിട്ട് പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് റിബലുകളുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ MLA ഇന്ന് തലയിൽ ചാക്കും ഇട്ടിട്ട് എവിടെയാണ് അദ്ദേഹം പോയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പാലക്കാട് ഇന്ന് MLA ഇല്ല. അദ്ദേഹം ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് പാലക്കാട് ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് സ്വപ്നം കാണുന്നതിനും ആരും തടസ്സം നിൽക്കില്ല. ധാരാളം അവർ സ്വപ്നം കണ്ടോട്ടെ, അതിലൊന്നും ഒരു തെറ്റുമുണ്ടെന്ന് ആരും കരുതുന്നില്ല. പക്ഷേ റിസൾട്ട് വരുമ്പോൾ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും 3ാം വട്ടവും ഇവിടെ വൻ
ഒരു വിജയം കരസ്ഥമാക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിലവിൽ ഇവർ ആരോപിക്കുന്ന പോലെ വിഭാഗീയ പ്രശ്നങ്ങളൊന്നും BJP-യിൽ ഇല്ല. 53 വാർഡുകളിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഞാനൊരു 6 വാർഡെങ്കിലും കോൺഗ്രസിന് റിബൽ ഉള്ളതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത്. ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥി നിർണയം നടന്നത്. ഒരു തലത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളുമില്ല. പിന്നെ മാധ്യമപ്രവർത്തകരുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് ഇവിടെ വിഭാഗീയ പ്രവർത്തനം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആവേശം ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾക്കറിയാം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. വികസനം നടക്കണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി വരണം എന്നും അവർക്ക് ബോധ്യമുണ്ട്. MLA ഒളിവിലാണ്. ഒളിവിൽ പോയ MLA-യുടെ ചെയ്തികളൊക്കെ കാണിച്ചുകൊണ്ടാണോ BJP-യുടെ പ്രധാന പ്രചരണായുധം അതാണോ? അല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രചരണായുധം വികസനമാണ്. ഈ നാട്ടിൽ MLA ഈ പറയുന്ന രീതിയിൽ രാത്രി എവിടെ പോകുന്നു, അദ്ദേഹം ഏത് മതിലെ ചാടുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താനായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ തവണ 10 വർഷത്തിൽ 400 കോടിയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന 10 വർഷത്തിൽ ഇനി ഒരു 500-600 കോടി എങ്ങനെ വാങ്ങിച്ചെടുത്ത് ഈ നഗരത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ ഉയർത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ MLA എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. 35 സീറ്റാണ് ലക്ഷ്യമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുകയാണ്. ടാർഗറ്റ് 35 സീറ്റാണ് ടാർഗറ്റ്. അത് ഇത്തവണ ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങളും വലിയ പ്രതീക്ഷയാണ്. അതായത് പാലക്കാട് നഗരത്തിൽ വികസനം നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സുതാര്യ ഭരണം വേണമെന്നുണ്ടെങ്കിൽ, ഒരു കമ്മീഷൻ ഭരണം ഇവിടെ വരരുത് എന്ന് ജനങ്ങളും ആഗ്രഹിക്കുന്നു. എന്തായാലും നല്ല സരസനായ ഒരു പ്രഭാഷകനാണ്, നല്ലൊരു വക്കീലാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഭരണകർത്താവായി കാണാൻ കഴിയട്ടെ. താങ്കളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പോലെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.